ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രണ്ട് ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, ചക്ക പുഡിംഗ് ആൻഡ് ചക്ക ഹൽവ. അപ്പോൾ നമ്മൾ ചക്ക നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ശർക്കര പാനി ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് നേരെ നമ്മൾ ഈ ചക്കയെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് നല്ല കുഴമ്പ് രൂപത്തിൽ എടുത്തിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു പാൻ എടുത്ത് വയ്ക്കുക, അതിൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ചക്ക ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇനിയും നെയ്യ് ആഡ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഇതിങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്ന കാണാം. പിന്നെ കുറച്ച് ശർക്കര പാനി വീത്തി കൊടുക്കുക, നമ്മൾ അത്രയും ഒഴിക്കുന്നുണ്ട്. ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്താൽ ഈ ഒരു കളർ ആവുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആകുമ്പോൾ നമ്മൾ കുമ്പളം ഒട്ടുന്നത് കാണാം. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അത് കാണുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇളക്കി കൊടുക്കുക കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുക്കുക, ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സിങ്ങിലാണ് കാര്യം ഇരിക്കുന്നത്, നമ്മൾ കൈ വിടാതെ ഇളക്കണം. പിന്നെ നമ്മൾ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇതെല്ലാം ഇട്ട് ഒന്ന് വഴട്ടി എടുത്തതിന് ശേഷം നേരെ നമ്മൾ ഈ ചക്ക വരട്ടി വെച്ചിട്ടില്ലേ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സിങ്ങിലാണ് ഞാൻ എപ്പോഴും പറഞ്ഞതുപോലെ കാര്യം ഇരിക്കുന്നത്, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യം പുഡിങ്ങിനുള്ളതാണ് നമ്മൾ ബൗളിലോട്ട് മാറ്റിയത്, കണ്ടല്ലോ, നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. ആ ബൗളിലോട്ട് മാറ്റിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് ആ ബൗൾ നമ്മൾ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ തട്ടുന്നുണ്ട്. പുഡിങ് നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചക്ക ഹൽവയാണ്, അത് നമ്മളൊരു പാത്രത്തിൽ വീത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ ഇളക്കി എടുത്തിട്ടുണ്ട്. സത്യമായിട്ട് ഗൈസ്, നിങ്ങൾ വീട് നാളെ ട്രൈ ചെയ്ത് നോക്കണം. ഈ ചക്ക പുഡിങ്ങും ഈ ചക്ക ഹൽവയും സൂപ്പറാണ് കേട്ടോ. നിങ്ങൾ വീട് ട്രൈ ചെയ്ത് നോക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. നോക്കിയോ, പുഡിങ് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. കണ്ടോ, ആ ഒരു എന്താ പറയുക, ആ ബൗളിൻ്റെ ആ ഒരു ഷേപ്പിന് വന്നിട്ടുണ്ട്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.